വയനാട് എം പി പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസാണ് ഹർജിക്കാരി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. കൃഷ്ണരാജ്, വയനാട് എം പി പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകിയ സമയത്ത് പ്രിയങ്ക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉള്ള സ്വത്ത് വിവരങ്ങൾ തെറ്റാണ് എന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ആണ് ഈ ഹർജിയിലെ പ്രധാന ആക്ഷേപം. പ്രിയങ്കയുടെ പേരിൽ 11.98 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഉള്ളതെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ പേരിൽ പല രാജ്യങ്ങളിലും സ്വത്തുക്കളുണ്ട്. പക്ഷേ പ്രിയങ്ക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 65.55 കോടി രൂപയുടെ സ്വത്തുക്കൾ എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണെന്നാണ് നവ്യ ഹരിദാസിൻ്റെ ഹർജിയിലെ പ്രധാന ആക്ഷേപം. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അത് രാജിവെച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നത് വളരെ വലിയ ഒരു കുറ്റമാണെന്നും നവ്യ ഹരിദാസ് ആരോപിക്കുന്നുണ്ട്. കൃഷ്ണരാജ്.